മലയാള സിനിമയിലെ നമ്പർ 1 ഡയറക്ടർ കോംബോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും സംശയമില്ല, എല്ലാവരും പറയും അത് സിദ്ദിഖ് ലാലാണെന്ന്. കാരണം ആ ടീം തന്ന സിനിമകൾ അങ്ങനെയായിരുന്നു. റാംജി റാവു സ്പീക്കിംഗ്, ഇന്നരിയർ നഗർ, ഗോഡ് ഫാദർ, വിയറ്റ്നാം കോളനി, കാബൂളിവാല, പിന്നെ അൺഒഫീഷ്യലി മാനർമത്തായി സ്പീക്കിംഗ്. ഇവരുടെ പടങ്ങൾ ചുമ്മാ 4 തമാശകൾ കാണിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടി ഒരു കഥ കൊണ്ടുവന്ന് അതിൽ കുറേ തമാശകൾ കാണിച്ച പടമൊന്നും ആയിരുന്നില്ല. പകരം ആത്മസംഘർഷങ്ങൾ നിറഞ്ഞ ഡെപ്തുള്ള ഗംഭീര സ്റ്റോറികൾ കൊണ്ടുവന്ന് അതിനെ ഒരുപാട് തമാശകളുമായി ബ്ലെൻഡ് ചെയ്യിപ്പിച്ച് രസിപ്പിക്കുകയാണ് ഇവർ ചെയ്തത്. പക്ഷേ ഇവർ പിരിഞ്ഞ ശേഷം ഇവർ എടുത്ത പടങ്ങളിൽ നിന്നും എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. പിരിഞ്ഞ ശേഷം ആദ്യം കുറെ പടം എടുത്തത് സിദ്ദിഖായിരുന്നു. അതിൽ മിക്ക പടങ്ങളും ഗംഭീര സിനിമകളും ഹിറ്റും ആയിരുന്നുവെങ്കിലും ഇവർ ഒരുമിച്ച് എടുത്ത പടങ്ങൾ അപേക്ഷിച്ച് തമാശകൾ വളരെ കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സിനിമകളിലൊക്കെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റോറിയിലാണ്. സ്റ്റോറിയുടെ കാര്യത്തിൽ സിദ്ദിഖ് പഴയ പടങ്ങൾ പോലെ തന്നെ നല്ല വെട്ടിപ്പായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പടങ്ങളിൽ. അതേസമയം ലാൽ ഒറ്റയ്ക്ക് കുറച്ച് പടങ്ങൾ എടുത്തപ്പോൾ സ്റ്റോറിയെക്കാളും തമാശകളും തമാശ രംഗങ്ങളും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പടങ്ങൾ എടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. അവരുടെ പഴയ പടങ്ങളിലെ പോലെ നമ്പർ ഓഫ് കോമഡികളൊക്കെ ഒട്ടും കോംപ്രമൈസ് ഇല്ലാതെ ലാൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റോറി ഡെപ്തൊക്കെ പഴയ പടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയ്ക്കില്ലായിരുന്നു. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൽ ഒറ്റയ്ക്ക് ഹരിഹർ നഗർ എടുത്തിരുന്നുവെങ്കിൽ മൂക്കില്ല രാജ്യത്ത് പോലെ ഒരുപാട് നല്ല തമാശകളൊക്കെ ഉള്ള ഡെപ്ത് കുറഞ്ഞ സ്റ്റോറിയൊക്കെ ഉള്ള ഒരു പടമായി മാറി ഹിറ്റ് അടിച്ചേനെ ഹരിഹർ നഗർ. സിദ്ദിഖ് ഒറ്റയ്ക്ക് ഗോഡ് ഫാദർ ചെയ്തിരുന്നതിൽ ഇപ്പോഴുള്ള അത്ര എന്റർടൈൻമെന്റ് എലമെന്റ്സ് ഒന്നും ഇല്ലാതെ ഹിറ്റ്ലർ പോലൊരു പടമായി മാറി ഹിറ്റ് അടിച്ചേനെ. പക്ഷേ ഇവർ രണ്ടുപേരും ഒരുമിച്ചത് കൊണ്ട് ഈ സിനിമകൾക്കെല്ലാം മികച്ച കഥകളും മികച്ച കോമഡികളൊക്കെ ഉണ്ടാവുകയും ഹിറ്റുകൾക്കപ്പുറം മലയാള സിനിമയുടെ ബെഞ്ച് മാർക്കായി മാറുകയും ചെയ്തു ഈ സിനിമ. അതുകൊണ്ട് നിസ്സംശയം ഞാനും പറയും മലയാള സിനിമ കണ്ട നമ്പർ 1 ഡയറക്ടർ കോംബോ അത് ഇവരാണെന്ന്, നമ്മുടെ സിദ്ദിഖ് ലാൽ. എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം?